കേരളത്തിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന അനവധി മണ്ഡലങ്ങളുണ്ട്. പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ ഒരിടത്തും BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിതാ അതിനെയൊക്കെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു താനും BJPയും തമ്മിലാണ് പോരാടുന്നത്. ഇവിടെ ശശി തരൂർ ചിത്രത്തിലേ ഇല്ല, ശശി തരൂരിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളില്ല, ന്യൂനപക്ഷ വോട്ടുകളല്ല, ശശി തരൂരിനെ കൈവിട്ടു എന്ന് പന്ന്യൻ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാണ്, CPI നേതാവാണ്, അദ്ദേഹം പറയുന്നു താനും BJPയും തമ്മിലാണ് പോരാട്ടമെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശശി തരൂർ പറഞ്ഞതും താനും BJPയും തമ്മിലാണ് പോരാട്ടമെന്ന്. ഏതായാലും പിണറായി വിജയൻ പറയുന്നു BJP കേരളത്തിൽ ഒരിടത്തും രണ്ടാമതെത്തില്ല എന്ന് പറയുമ്പോൾ തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് തങ്ങളുടെ പ്രധാന എതിരാളി BJP എന്ന LDFും UDFും ഒരുപോലെ പറയുന്നു. ഏതായാലും ശക്തമായ അടിയൊഴുക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശക്തമായ പ്രചരണം, BJP അതിൻ്റെ പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്തിയിരിക്കുന്നു. മുക്കിലും മൂലയിലും ഒക്കെ വലിയ ശക്തമായ ഒരു പ്രചരണ രംഗം. കോൺഗ്രസ് ക്യാമ്പുകൾ ആ ഒരു ഉണർവ് പ്രകടമാകുന്നില്ല. LDF കുറച്ച് ശക്തമായി തന്നെ അവരും ഒരു പ്രചരണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു. ഏതായാലും വളരെ ശക്തമായൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം മാറുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നു. ഇവിടെ ഇരുകൂട്ടരും, അതായത് LDFും UDFും പറയും തങ്ങളുടെ മുഖ്യ എതിരാളി BJP എന്ന് പറയുമ്പോൾ BJP വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.